എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഓവനും ഗ്രില്ലും ഒന്നും ഇല്ലാതെ ഒരു അടിപൊളി പെരി പെരി അൽഫാം ചിക്കനായിട്ടാണ് ട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒരു 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മാഗ്നിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു 1/2 ടീസ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ സാദാ ജീരകം, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, ബേ ലീഫ്, പട്ട, ഒരു 3-4 ഉണക്കമുളക്, ഏലക്കായ, ഗ്രാമ്പു, ഇത്ര ഐറ്റംസ്. ഇതൊന്ന് നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കണം കേട്ടോ, മസാല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ നമുക്ക് ഈ എല്ലാ ഐറ്റംസും ഒപ്പം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറു തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ട്ടോ ഇങ്ങനത്തെ ഒരു അൽഫാം വീട്ടിലുണ്ടാക്കി നോക്കണം. അത് എത്രമാത്രം സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബിൻ്റെയൊക്കെ സഹായത്തോടെ നോക്കിയാണ് ട്ടോ ഇതൊക്കെ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബ് ഉള്ള കാരണം നമുക്ക് എന്ത് വേണമെങ്കിലും അറിയാത്ത ഡിഷസ് അത് നോക്കി നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ചൂടൊന്ന് ആറിയപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ ആയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ ചിക്കൻ വെള്ളമെല്ലാം എന്താ പറയുക, വെള്ളമെല്ലാം വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളമൊക്കെ മാറി വന്നപ്പോൾ ചിക്കൻ ഒന്ന് നമ്മുടെ ചപ്പാത്തി കോലില്ലേ അത് വെച്ചൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മാംസം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. പതുക്കെ വളരെ പതുക്കെയാണ് ട്ടോ ഒന്ന് അടിച്ചു കൊടുക്കണം. അതിന് ശേഷം നല്ലോണം ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗവും കേട്ടോ. നമ്മുടെ മസാലയൊക്കെ നല്ലോണം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാം വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടൊരു കുഞ്ഞ് സവാള, ഒരു തക്കാളിയുടെ പകുതി, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, മല്ലിയില, പുതിനയില, ഇത്രയും സംഭവങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട. മല്ലിയിലയിലും പുതിനയിലയിലും സവാള, തക്കാളി എല്ലാം വാട്ടർ കണ്ടൻ്റ് ആണ്. നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളെടുത്തിട്ട് അതിനകത്തോട്ടൊരു 3 ടീസ്പൂൺ പുളിയില്ലാത്ത കട്ടത്തൈര് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം തന്നെ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ ആ അരപ്പും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലാതെ ഞാൻ ഫുഡ് കളർ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. എല്ലാ ഭാഗത്തോട്ടും പിടിക്കുന്ന രീതിക്ക് ഇളക്കി കൊടുക്കണം. മിക്സ് ഇവിടെ ഇതാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ കഷ്ണങ്ങൾ എടുത്ത് വയ്ക്കാം കേട്ടോ. എന്നിട്ട് ആ വരഞ്ഞ് വെച്ചേക്കുന്ന എല്ലാ ഭാഗത്തോട്ടും മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 1 to 5 മണിക്കൂർ ഇതിനകത്ത് മാഗ്നിഫിക്കേഷന് വേണ്ടി വെച്ചേക്കണം. ആ നേരം കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് വേണ്ട സോസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 4 ടീസ്പൂണോളം ടൊമാറ്റോ സോസാണ് കേട്ടോ. അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഇതിനകത്തോട്ടൊരു 1:2 ഹാഫ് അല്ലെങ്കിൽ ഒരു 1 ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചാണ് കേട്ടോ. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വൈറ്റ് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂണോളം. പിന്നെ ചില്ലി ഫ്ലേക്സ്, പെരി പെരി അൽഫാമാണല്ലോ, അപ്പോൾ ഇത്തിരി സ്പൈസ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഈ സോസ് നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ പുറത്തോട്ട് ഒന്ന് തേച്ച് കൊടുക്കുമ്പോണ്ടല്ലോ, ഈ കളറൊക്കെ ആകുമ്പോൾ നല്ലോണം പിടിച്ച് നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ലുക്കിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ഉപ്പും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ സോസിന് ആവശ്യമായിട്ടുള്ളത്. സംഭവം ഇത്രയും കിടുവാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ എടുത്തിട്ട് പുറത്ത് ആറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ പീസസ് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് എടുക്കണ കാരണം ഒരു 1 ഹവറൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 2 പീസ് മാത്രമേ ഇന്ന് എടുത്തിട്ടുള്ളൂ. 1 to 5 അവർ മാഗ്നിഫിക്കേഷൻ ചെയ്ത് വെക്കണത് നല്ലതായിരിക്കും. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. മൂടി വെച്ച് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ പുറത്ത് ടൊമാറ്റോ സോസൊക്കെ തേച്ച് കൊടുക്കണം. പെർഫെക്റ്റായിട്ട് ലുക്കിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആർക്കും തയ്യാറാക്കാം കേട്ടോ, വീട്ടിലെല്ലാവർക്കും തയ്യാറാക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.